Hello friends, how are you? Okay, ഇന്ന് നമ്മൾ ബ്ലോക്ക് 6 യൂണിറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിൽ. സോ നമ്മളിതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ചൊരു റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഓടിച്ചിട്ട് നോക്കും, അതുപോലെ തന്നെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതിൽ തന്നെ നമ്മൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു റിവിഷനാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓടിച്ചിട്ട് എല്ലാ ഏരിയാസും നോക്കും. അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് കോംപ്രഹെൻസീവ് പാസേജ് ആണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ട്, അതല്ലെങ്കിൽ ഒരു പോയട്രി, ഒരു കവിത തന്നിട്ട് ആ കവിത വായിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പാസേജ് വായിച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആ പാസേജ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. ചിലപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ ജസ്റ്റ് ഒരു പാസേജ് തന്നിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസർ എഴുതാൻ തരാറുണ്ട്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാം, അതാണ് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ ആൻസർ, അതിന് 3-4 ക്വസ്റ്റ്യൻസ് തന്ന് അതിൻ്റെ ആൻസർ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മോഡൽ പറയാൻ പറ്റില്ല. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാസേജുകളായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് സ്കിൽ എത്രത്തോളം ബെറ്റർ ആണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് മോഡൽസ് തന്നിട്ട് കാര്യമില്ല, മറിച്ച് നിങ്ങളുടെ റീഡിങ് സ്കില്ല് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു ഉപായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. അതായത് ആ ഒരു പാസേജിൻ്റെ താഴെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം വായിക്കുക, പാസേജ് വായിക്കുന്നതിന് മുന്നേ. അങ്ങനെ ആയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പിന്നീട് നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവും. സോ നിങ്ങൾക്ക് അത്രക്കും ടൈം ലാഭിക്കാൻ പറ്റും. കാരണം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയം, കാരണം നിങ്ങൾക്ക് സമയം തികയാതെ വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ കീവേഡ്സ്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കീവേഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ കീവേഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ, ആ കീവേഡുകൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസേജ് വായിക്കുന്ന സമയത്ത് ആ കീവേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പാസേജ് വായിക്കുന്ന സമയത്ത് റീഡ് കെയർഫുള്ളി, നിങ്ങൾ കെയർഫുള്ളായിട്ട് വായിക്കുക, ആക്റ്റീവായിട്ട് റീഡ് ചെയ്യാം. ജസ്റ്റ് വായിച്ചു പോവാതെ വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഓരോ സെൻറ്റൻസും അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയിട്ട് പാസേജ് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3-4 തവണ വായിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സമയം തികയാതെ വരും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ്. അത് ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ ഇൻഫറൻസ് ബേസ്ഡ് ആയിരിക്കും. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചാപ്റ്റർ, ആ ഒരു തന്ന പാസേജ് വായിച്ചതിന് ശേഷം നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വന്നിട്ട് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് എഴുതാൻ ആൻസേഴ്സ് ഉണ്ടാവും. നമുക്ക് മിക്കവാറും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരിക്കും. അതായത് ആ ഒരു എൻ്റയർ പാസേജ് വായിച്ചിട്ട് കുറച്ച് നിങ്ങളൊരു ലോജിക്കലി ആൻസർ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഐഡിയയിൽ ആൻസർ ചെയ്യരുത്. ആ ഒരു പാസേജിൽ എന്താണോ പറയുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ മാത്രം എഴുതുക. അതുപോലെ തന്നെ നിങ്ങളെ ടൈം നിങ്ങളെപ്പോഴും മാനേജ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൺ വേർഡ്സിൽ ആൻസർ ഇൻ യുവർ ഓൺ വേർഡ്സ്. അതായത് ഇഫ് റിക്വയർഡ്, ചില സമയത്ത് ചില ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് വന്നാൽ മാത്രം നിങ്ങളുടെ വേർഡ്സിൽ ആൻസർ ചെയ്താൽ മതി. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു പാസേജിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ എഴുതുക. അതുപോലെ തന്നെ ഗ്രാമറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ ഇതുപോലെ പാസേജുകൾ വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഇത് എഴുതാൻ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലത്തെ പാസേജുകൾ കിട്ടിയിട്ട് ആൻസർ ചെയ്യാനുള്ള
ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ ഡിഡ് രവി ലവ് ടു സ്പെൻഡ് ഹിസ് ടൈം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈബ്രറിയിൽ രവിക്ക് എന്താണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻ ലൈബ്രറി എന്ന് മാത്രം എഴുതാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. അതുപോലെ അതായത് രവി ലവ്ഡ് ടു സ്പെൻഡ് ഹിസ് ടൈം ഇൻ ലൈബ്രറി, അതുപോലെ നിങ്ങൾ എഴുതുക. മനസ്സിലായില്ല? ആ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി എടുത്തിട്ട് വേർ ഡിഡ് രവി എന്നുള്ളത് നമ്മളിങ്ങനെ മാറ്റി രവി ലവ്ഡ് ടു സ്പെൻഡ് ഹിസ് ടൈം ഇൻ ദ ലൈബ്രറി. സോ അതുപോലെ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി മാർക്കേ കിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇൻ ലൈബ്രറിയിൽ നിന്ന് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പകുതി മാർക്കേ കിട്ടുള്ളൂ. സോ ആ ആൻസർ അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് പോയട്രിയും. ചിലപ്പോൾ ഒരു പോയട്രി തന്നിട്ട് ഒരു പോയട്രിയുടെ ഒരു പാസേജ് തരും. ഒരു ചെറിയ പോയട്രി ആയിരിക്കും. ആ പോയട്രി വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അതെന്താണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട് ആ ടോട്ടൽ പോയട്രിനെ കുറിച്ചുള്ള. അങ്ങനെയും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കുകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് അത് ആൻസർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ, അതായത് ബ്ലോക്ക് 6 ആക്ച്വലി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബ്ലോക്ക് 6 ആണ്. ബ്ലോക്ക് 6 രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് ഗ്രാമർ ആൻഡ് വൊക്കാബുലറീസ് ആണ് വരുന്നത്. അതായത് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കോൺകോഡ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അതായത് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെയ്തർ ഓഫ് ദ ബോയ്സ്, ചിലപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഈസ് കൊടുക്കും, ഗോയിങ് ടു ദ പാർട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈസോ ആറോ ചേർക്കണം. അപ്പോൾ അവിടെ ഏതാണ് ചേർക്കേണ്ടത്? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈസ് ആണ്. നീദർ ഓഫ് ദ ബോയ്സ് ഈസ് ഗോയിങ് ടു ദ പാർട്ടി എന്നാണ്. അതായത് ഈസ് സിംഗുലർ ആണത്. അവിടെ സിംഗുലർ ഫോം ആയിട്ടാണ് വരുന്നത്. നീദർ ഓഫ് ദ ബോയ്സ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ഫോമാണ് വരുന്നത്. സോ ദ വെർബ് മസ്റ്റ് ഓൾസോ സിംഗുലർ. ഇവിടെ നീദർ എന്ന് വന്നതുകൊണ്ട് തന്നെ അവിടെ ബോയ്സ് സിംഗുലർ ആയിട്ടാണ് വരിക. അങ്ങനെയാണ് അതിൻ്റെ ടേം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ബുക്ക് അലോങ് വിത്ത് ദ മാഗസിൻ. ദ ബുക്ക് അലോങ് വിത്ത് ദ മാഗസിൻ വാസ് ആണോ വേർ ആണോ ഓൺ ദ ടേബിൾ? നമ്മളിവിടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദ ബുക്ക് ഈസ് സിംഗുലർ. കാരണം ആദ്യം വന്നത് ഏതാണോ, ഇപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്താണ് പ്ലൂറൽ ആണോ എന്ന് നോക്കണം നമ്മൾ. അപ്പോൾ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വന്നത് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വേറാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ആദ്യം വന്നത് ബുക്ക് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ വാസാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നീദർ എന്ന് പറയുന്ന ഇത് ഫസ്റ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും സിംഗുലർ ഫോമിലാണ് നമ്മൾ കോൺകോഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എയ്തർ ദ ടീച്ചർ ഓർ ദ പ്രിൻസിപ്പൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എപ്പോഴും ഹാസ് ആണ് കൊടുക്കേണ്ടത്. ടീച്ചേഴ്സ് ഓർ ദ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സമയത്ത് എയ്തർ വന്നു കഴിഞ്ഞാൽ അവസാനത്തിലുള്ള സബ്ജക്റ്റ് ഏതാണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഹാസും ഹാവും ചേർത്ത് കൊടുക്കുക. സിംഗുലർ ആണെങ്കിൽ ഹാസ് ചേർക്കുക, പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് ചേർക്കുക. മനസ്സിലായില്ലേ? ഈതർ ഓർ വന്നു കഴിഞ്ഞാൽ ദ വെർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്റ്റ് ക്ലോസസ്റ്റ് ടു ഇറ്റ്. അതായത് സബ്ജക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള വെർബ് ഏതാണോ അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗുലർ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഉത്തരം വരുന്നത് ഹാസ് ആണ്. അതുപോലെ തന്നെ ടെൻസ് കറക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബൈ ദ ടൈം വി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ, അവിടെ ലീവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഹാഡ് ലെഫ്റ്റ് ആണ്. അതായത് നമ്മൾ വരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഹാഡ് ലെഫ്റ്റ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മളവിടെ, പെർഫെക്റ്റ് ഫോമിലാണ് നമ്മളവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഐ ഡാഷ് കൊടുത്തിട്ട് ലിവ്
ഇയർ സിൻസ് 2015 ആ ഒരു അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഉണ്ട്. കണ്ടില്ലേ, 2015 സിൻസ് എന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഏതാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലേ? ഹാവ് ലിവ്ഡ് എന്നുള്ള ഒരു ഇതാണ് വേണ്ടത്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹാസ് ലിവ്ഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് ലാസ്റ്റ് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ്റെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. ഹാസ് ലിവ്ഡ് എന്നാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും എക്സ്പ്ലനേഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെൻ ഐ വാസ് എ ചൈൽഡ്, ഐ പ്ലേഡ് ആണ് അവിടെ വരിക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇതിനൊരു മോഡൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാറുണ്ട്. ഷീ ഈസ് ഗുഡ്, ഇന്നാണോ അറ്റാണോ? അറ്റാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഐ ആം ഇൻട്രസ്റ്റഡ്, ഓൺ ആണോ ഇന്നാണോ? ഇന്നാണ്, ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജ് എന്നാണ്. ദ ബുക്ക് ഈസ് പ്ലേസ്ഡ്, ഇൻ ടേബിളാണോ ഓൺ ടേബിളാണോ? ഓൺ ടേബിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും തമ്മിൽ വേർതിരിക്കാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതിൽ സബ്ജക്റ്റ് ഏതാണ്? ദ സൺ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ദ സൺ ആണ് ആക്ച്വലി സബ്ജക്റ്റ്, ഇത് പ്രിഡിക്കേറ്റ് ആണ്. സോ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അസേർട്ടീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പരേറ്റീവ് എന്താണ്? അസേർട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇമ്പരേറ്റീവ് കമാൻഡ് റിക്വസ്റ്റും ഒക്കെ പറയുന്നതാണ്, അതല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നത്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അസേർട്ടീവ് ആണ്. പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഇമ്പരേറ്റീവ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി ആണ്. ഡു യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പരേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഏതാണ് ചിലപ്പോൾ ചോദിക്കും 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അസേർട്ടീവ് ആണോ ഇമ്പരേറ്റീവ് ആണോ നിങ്ങളത് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ പറയില്ലേ, അവൻ പോയി അല്ലേ, അവൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമല്ലോ, അത് ചെയ്ത് നന്നായി അല്ലേ എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. അതുപോലെ നമ്മൾ ചോദിക്കുന്നതാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീ ഈസ് എ ഡോക്ടർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഈസിൻ്റെ ഹീ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആൻസേഴ്സ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഈ ഒരു ഇത് ചേർത്തിരിക്കണം കേട്ടോ. അതായത് നമ്മളവിടെ മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തിരിക്കണം. ഇങ്ങനത്തെ നമുക്ക് ആൻസർ ചെയ്തതിന് ശേഷം ഒരു കോമ ഇടുക, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി കൊടുത്തിരിക്കണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആൻസറിന് ചിലപ്പോൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടും ആഡ് ചെയ്യണം ഇതുപോലത്തെ ആൻസർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി. അപ്പോൾ നമ്മളവിടെ ഡഷി ആണ് കൊടുക്കേണ്ടത്. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുക. എപ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറ്. ഇപ്പോൾ ഡസ് വന്നു കഴിഞ്ഞാൽ ഡസിൻ്റെ ഷീ ആയിരിക്കും. ഹാവ് വന്നാൽ ഹാവിൻ്റെ ഏതാണോ സബ്ജക്റ്റ് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പോസിറ്റീവ് സെൻറ്റൻസ് ടു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാനുണ്ടാവും. അതായത് ഷീ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഷീ ഈസ് നോട്ട് ഹാപ്പി. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് തരും. ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എന്നുള്ളൊരു നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരും. എന്നിട്ട് നിങ്ങളോടത് പോസിറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് എന്താ? ദേ പ്ലേ ഫുട്ബോൾ എന്നാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഹി വെൻറ്റ് ഹോം, അതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഹി ഡിഡ് നോട്ട് ഗോ ഹോം എന്നുള്ള നെഗറ്റീവാണ്. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലൂറൽ ഫോം എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അതായത് ബുക്കിൻ്റെ പ്ലൂറൽ എന്താണ്? വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ബുക്ക് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നിങ്ങൾ അതിന് ബുക്സ് എന്നാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ബോക്സിന് ബോക്സസ്,
ചൈൽഡിന് ചിൽഡ്രൻ, മാനിന് മെന്ന്, വുമണിന് വിമൻ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, വുമൺ ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് ചോദിക്കും. ചില ആളുകൾ തെറ്റിച്ചിട്ട് വുമൺസ് എന്ന് എഴുതും, എസ് ഇട്ടിട്ട്. വുമൺസ് തെറ്റാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലൂറൽ ഫോം? വിമൻ, WOMEN ആണ്. വിമൻ എന്നാണ് അത് വായിക്കുക. വിമൻ എന്നാണ് അതിൻ്റെ പ്ലൂറൽ ഫോം, അല്ലാതെ എസ് ഇട്ടിട്ട് വുമൺസ് എന്ന് എഴുതുന്നതല്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മാനിൻ്റെ മാൻസ് അല്ല, മെന്നാണ്. അപ്പോൾ ഇതുപോലത്തെ സിംഗുലർ തന്നിട്ട് പ്ലൂറൽ ആക്കാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ റൈറ്റ് ഫെമിനൈൻ ഫോം, അതായത് ഒരു മെയിൽ ഫോം തന്നിട്ട് അത് ഫെമിനൈൻ, അതായത് പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അത് തന്നെ. അതായത് കിങ് എന്ന് തരും, ഈ കിങ്ങിൻ്റെ ഫെമിനൈൻ ഫോം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് ക്യൂനാണ്. ആക്ടറിൻ്റെ ആക്ട്രസ് ആണ്. സണ്ണിൻ്റെ ഡോട്ടറാണ്. ഹോസിൻ്റെ മേയറാണ്. ഹോസ് എന്ന് പറഞ്ഞാൽ കുതിര, അത് പെൺകുതിരയാണെങ്കിൽ അതിന് മേയർ എന്നാണ് പറയുക, മേയർ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ നിങ്ങളുടെ വൊക്കാബുലറി എത്ര ബെറ്റർ ആണോ, നിങ്ങളുടെ റീഡിങ് എത്ര ബെറ്റർ ആണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ മെറ്റീരിയൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും ആ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ, പക്ഷേ പുറത്തൊന്നും ആവാം. സോ മാക്സിമം നിങ്ങൾ വൊക്കാബുലറീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആൻസർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അടുത്തത് പോസിറ്റീവ് ആൻഡ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് സെൻറ്റൻസുകളാണ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് സെൻറ്റൻസ്. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ കൂടുതൽ, 3 or more, അതായത് 2-ൽ കൂടുതൽ, ഒന്നുകിൽ 3 പേരുണ്ടാവും അല്ലെങ്കിൽ 3-ൽ കൂടുതലുണ്ടാവും. അത്രയും വലിയൊരു ഇതിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദിസ് ബുക്ക് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. കമ്പാരിറ്റീവ് പറഞ്ഞാൽ ദിസ് ബുക്ക് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് ബുക്ക്, ഈ ബുക്ക് ആ ബുക്കിനേക്കാൾ ബെറ്റർ ആണ്. ഇവിടെ നമ്മൾ എന്താണ് എക്സ്ട്രാ ചേർത്ത്? ബെറ്റർ എന്ന ഒരു സാധനം ഗുഡിന് പകരം നമ്മൾ ബെറ്റർ ദാൻ എന്ന് ചേർത്ത് കൊടുത്തു, അല്ലെങ്കിൽ ബിഗ്ഗർ ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ടോളർ ദാൻ. സോ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സെൻറ്റൻസിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിസ് ബുക്ക് ഈസ് ദ ബെസ്റ്റ്. ഗുഡ് നമ്മൾ ബെസ്റ്റായി, അതായത് ഗുഡ് കമ്പാരിറ്റീവ് ആയപ്പോൾ ബെറ്ററായി, അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ആയപ്പോൾ ബെസ്റ്റായിട്ട് മാറി. അതല്ലെങ്കിൽ ഈസ് ദ ബെസ്റ്റ് മാൻ, ഈസ് ദ ബെസ്റ്റ്, അങ്ങനെ ചിലത് പറയും. അതല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് എന്ന് പറയും, ദ ബിഗ്ഗസ്റ്റ്, ദ ടോളസ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ചില വേർഡുകൾക്ക് നമുക്ക് EST ചേർത്താൽ മതി, ചില വേർഡുകൾക്ക് നമുക്ക് ബെസ്റ്റ് എന്നുള്ളത് ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ഡിപ്പെൻഡാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അറിയുന്ന എങ്ങനെയാണോ നിങ്ങളുടെ വൊക്കാബുലറി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ വേർഡ്സ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ടോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ടോളർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവാണ്, ടോളസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെയിം 3 സെൻറ്റൻസ് എക്സാമ്പിൾസ് ഓഫ് കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോളർ, ഗ്രേറ്റർ, സ്മോളർ അങ്ങനെ എഴുതിയാൽ മതി. സൂപ്പർലേറ്റീവിൻ്റെ 3 എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോളസ്റ്റ്, ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അങ്ങനെ എഴുതുക. അതെല്ലാം ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദിസ് ബുക്ക് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് വൺ, അല്ലെങ്കിൽ ഒരു പേര് വെച്ചിട്ട് എഴുതുക. ദാറ്റ് സ്റ്റുഡൻറ്റ് ഈസ് ബെറ്റർ ദാൻ ദിസ് സ്റ്റുഡൻറ്റ്, ദാറ്റ് സ്റ്റുഡൻറ്റ് ഈസ് സ്മാർട്ടർ ദാൻ ദാറ്റ് സ്റ്റുഡൻറ്റ്, അങ്ങനെയൊക്കെ അല്ലേ. ദിസ് സ്റ്റുഡൻറ്റ് ഈസ് സ്മാർട്ടർ ദാൻ ദാറ്റ് സ്റ്റുഡൻറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. സോ അത് നിങ്ങൾക്ക് ഡിപ്പെൻഡാണ്, ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എഴുതുക. ജസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ എക്സാമ്പിൾ എഴുതാനാണെങ്കിൽ നിങ്ങൾ ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ യൂസ് കറക്റ്റ് ടെൻസ് ആൻഡ് ഓഫ് ദ വേർബ്, അതായത് ടെൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഹി ഗോയാണോ, ഹി വന്നു കഴിഞ്ഞാൽ ഗോസ് ആണ്. ദേ ആണെങ്കിൽ ദേ പ്ലേഡ് ആണ് വരിക. അതുപോലെ തന്നെ ഷീ ആണെങ്കിൽ ഷീ ഈസ് റൈറ്റിംഗ് ആണ്. മനസ്സിലായല്ലോ? ഐ വന്നു കഴിഞ്ഞാൽ ഐ വിൽ മീറ്റ് ഹിം ടുമോറോ. സോ ഇതുപോലെയൊക്കെയാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓക്സിലറി വേർബ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഷീ വന്ന് ഷീ സിംഗിങ്ങും, അപ്പോൾ ഈസാണ് വരുന്നത്. കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഈസാണ് കൊടുക്കേണ്ടത്. ദേ
ആർ പ്ലേയിങ് ആണ്. ദേ വന്നു കഴിഞ്ഞാൽ ഇത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസി യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഹീ ഗോൺ ടു സ്കൂൾ, ഈ ഹാസ് ആണ്, മനസ്സിലായല്ലേ? ഈ ഹാസ്, കാരണം ഇവിടെ ഗോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അതൊരു വെർബിൻ്റെ V3 ഫോം ആണ്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഹാസോ ഹാവോ ആണ് ചേർക്കേണ്ടത്. ഈ സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ ഹാസ് ചേർത്ത് കൊടുത്തു. ഐ ഡു നോട്ട് ആണ്, ഐ ഡു നോട്ട്. ഷീ ആണെങ്കിലോ അവിടെ ഡസ് ആണ് ചേർക്കേണ്ടത്. ഷീ ഡസ് നോട്ട് ആണ് വരിക. ഹീ ഡസ് നോട്ട് ആണ് വരിക. ദേ ഡു നോട്ട് ആണ് വരിക. വി ഡു നോട്ട് ആണ് വരിക. ഐ ഡു നോട്ട് ആണ് വരിക. ഇറ്റ് ഡസ് നോട്ട് ആണ് വരിക. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു അത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കൊരു ബേസിക് ഗ്രാമാറ്റിക്കൽ സ്കില്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അടുത്തൊരു യൂണിറ്റിൽ പഠിക്കാനുള്ള ഒരു ഏരിയ പേഴ്സീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്താണ് പേഴ്സി? എന്താണ് പേഴ്സി എന്നുള്ളത്? എ പേഴ്സി ഈസ് പേഴ്സി, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈസ് എ കൺസൈസ് സമ്മറി ഓഫ് എ പാസേജ് ദാറ്റ് റിട്ടേൺ ദ എസെൻഷ്യൽ ഐഡിയ ആൻഡ് കീ പോയിന്റ്സ് വൈൽ എലിമിനേറ്റിംഗ് അൺനെസസറി ഡീറ്റെയിൽസ്. അതായത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക ഇതിൽ, എന്താണ് പേഴ്സീസ്, വാട്ട് ഈസ് പേഴ്സി എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ പേഴ്സീസ് ഈസ് എ കൺസൈസ് സമ്മറി ഓഫ് എ പാസേജ് ദാറ്റ് റിട്ടേൺസ് ദ എസെൻഷ്യൽ ഐഡിയ ആൻഡ് കീ പോയിന്റ്സ് വൈൽ എലിമിനേറ്റിംഗ് അൺനെസസറി ഡീറ്റെയിൽസ്. അതായത് നമ്മളൊരു പാസേജ് വായിച്ചിട്ട്, ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ടിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് അതിലൊരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ആവശ്യമുള്ളത് ഉണ്ടാവുള്ളൂ. ബാക്കി കുറേ ലാംഗ്വേജ് അനാവശ്യമായിട്ട് യൂസ് ചെയ്തൊക്കെ ഉണ്ടാവും. കുറേ ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. നമുക്ക് വേണ്ടത് ആ ഒരു പെർഫെക്റ്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻസോ മാത്രമാണ്. അപ്പോൾ ഇത്തരം ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഐഡിയാസും കീ പോയിന്റ്സും മാത്രം എടുത്ത് എഴുതുന്നത്, ഒരു പാസേജിൽ നിന്ന് എടുത്ത് എഴുതുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പേഴ്സി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സമ്മറി ഒക്കെ എഴുതുന്ന പോലെ അതിനേക്കാളും പ്രിസൈസ് ആയിട്ട് തന്നെ നമ്മൾ പേഴ്സി എഴുതുന്നത്. അപ്പോൾ അതാണ് പേഴ്സി. ഇറ്റ് കൺവേസ് ദ മെയിൻ മെസ്സേജ് ഓഫ് ദ ഒറിജിനൽ ടെക്സ്റ്റ് ഇൻ എ ക്ലിയർ പ്രിസൈസ് മാനർ, യൂഷ്വലി ഇൻ അബൌട്ട് 1/3 ഓഫ് ദ ഒറിജിനൽ ലെങ്ത്. അതായത് മിക്കവാറും 1/3 ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. ഒരു പാസേജിൻ്റെ 1/3 ലെങ്ത്തേ ഒരു പേഴ്സിക്ക് ഉണ്ടാവുള്ളൂ. അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് എന്താണ് പേഴ്സി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ്. ഇനി ചിലപ്പോൾ ഒരു ഗുഡ് പേഴ്സിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് കൺസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കോഹറൻ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് പേഴ്സി റൈറ്റിംഗ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് പേഴ്സി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യമാണ് അതിൽ കൃത്യമായിട്ട് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ അടുത്തൊരു യൂണിറ്റിൽ നിങ്ങൾക്ക് വരുന്നത് എസ്സേ റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ഇതിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽപ്പ് അസസ് അനലറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, ഡെമോൺസ്ട്രേഷൻ, ലാംഗ്വേജ് പ്രൊഫഷൻസി, കോഹറൻസ്. സോ എസ്സേ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് കുറവാണ്. മറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എസ്സേ എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഈ ഒരു ചാപ്റ്റർ തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു എസ്സേ എഴുതേണ്ടത്? അണ്ടർസ്റ്റാൻഡ് ദ ആൻഡ് ദ പ്രോപ്റ്റ്, റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ടു ഗ്രാസ്പ് ദ ടോപ്പിക് ആൻഡ് റിക്വയർഡ് അപ്രോച്ച്. അതായത് നമ്മൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് 20 മാർക്ക് 15 മാർക്കൊക്കെയാണ് ഒരു എസ്സേ ക്വസ്റ്റ്യന് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ആ എസ്സേ ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യാൻ. കാരണം വലിയൊരു മാർക്ക്, ഒരു 2 എസ്സേസിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം പാസ്സാവാനുള്ള മാർക്ക് ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി എന്നാണ് അതിനർത്ഥം. ബാക്കിയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും.
ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലൊക്കെ ചിലപ്പോൾ ആൻസർ കിട്ടും. പക്ഷേ എസ് എ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞ് നോക്കിയിട്ട് ആൻസർ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് എഴുതുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക, ആദ്യം നന്നായിട്ട് എസ് എ ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക, എന്തൊക്കെയാണ് ഞാൻ എഴുതേണ്ടത്, അതൊന്ന് സ്ട്രക്ചർ ചെയ്ത് വെക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടത് എന്നുള്ളൊരു സ്ട്രക്ചർ നിങ്ങൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതുക. നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതിലുണ്ടാവും. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. കാരണം നിങ്ങളിങ്ങനെ ടോട്ടൽ അങ്ങ് എഴുതി പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മിസ്സാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടത് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക എവിടെയെങ്കിലും. എന്നിട്ട് ആ ഓരോ പോയിന്റ്സ് നിങ്ങൾ എഴുതുന്ന സമയത്ത് മൈൻഡിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, മസ്റ്റായിട്ട് അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ ആ വേർഡ് ലിമിറ്റ് ഉണ്ടാവും, ഒരു 3 പേജെങ്കിലും നിങ്ങൾ മിനിമം എഴുതിയിരിക്കണം ഒരു എസ്സേ. അതുപോലെ തന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം, പിന്നെ ആ മെയിൻ ക്വസ്റ്റ്യന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് വേണം, അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ വേണം. ഇതാണ് ഒരു എസ്സേയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും കൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്സേസ് ഉണ്ട്. നെറേറ്റീവ് എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്സേസ് ഉണ്ട്. അപ്പോൾ ഈ എസ്സേസ് ഏതൊക്കെ ടൈപ്പ് എസ്സേസ് ആണ് എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കുറവാണ്. നെറേറ്റീവ് എസ്സേ എന്താണ്, നെറേറ്റീവ് എസ്സേ എന്താണ്, എക്സ്പോസിറ്ററി എസ്സേ എന്താണ്, പെർസ്യൂസീവ് എസ്സേ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്താണ്, അനലിറ്റിക്കൽ എസ്സേ എന്താണ്, ഫിലോസഫിക്കൽ എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്സേസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ കാണാറില്ല. ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, നെറേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ ടെൽസ് എ സ്റ്റോറി അല്ലെങ്കിൽ ഷെയർ ആൻ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നെറേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അതിലെ കീവേഡ്. അതായത് ഒരു സ്റ്റോറി പറയുന്നതോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് നെറേറ്റീവ് എസ്സേ. അതുപോലെ തന്നെ എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നതാണ്. ഒരു എക്സ്പ്ലെയിൻ ഓർ ഇൻഫോം ദ റീഡർ അബൌട്ട് ദ ടോപ്പിക് യൂസിങ് ഫാക്ട്, എക്സാമ്പിൾസ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അതായത് ഒരു ഫാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന റീഡർക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന തരത്തിലുള്ള എസ്സേസ് ആണ് എക്സ്പോസിറ്ററി എസ്സേ. പിന്നെ പെർസ്യൂസീവ് എസ്സേ ഉണ്ട്. എയിംസ് ടു കൺവിൻസ് ദ റീഡർ അഗ്രി വിത്ത് പെർട്ടിക്കുലർ വ്യൂ പോയിന്റ്. ഒരു വ്യൂ പോയിന്റിനെ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വ്യൂ പോയിന്റ് ശരിയാണെന്ന് റീഡറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് പെർസ്യൂസീവ് എസ്സേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്സേസ് ഉണ്ട്, ഒരുപാട് എസ്സേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ബൈ ചാൻസ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഒരു കമ്പോണൻറ്റ് ഓഫ് എസ്സേ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ തന്നെ ഒരു ബോഡി പാർട്ട് വേണം, പിന്നെ ഒരു കൺക്ലൂഷൻ വേണം. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. വാട്ട് ഈസ് എ റിപ്പോർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അധികം ചോദിച്ച് കണ്ടിട്ടില്ല ഈ ഏരിയയിൽ നിന്ന്. എ റിപ്പോർട്ട് ഈസ് എ സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രസൻസ് ഇൻഫർമേഷൻ, അനാലിസിസ് ഓർ ഫൈൻഡിങ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഫർമേഷൻസും അതിനെക്കുറിച്ചുള്ള അനാലിസിസും ഫൈൻഡിങ്സൊക്കെ കൃത്യമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ക്ലാരിറ്റി വേണം, കൺസൈസ്നെസ് വേണം, ഒബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. ഒബ്ജക്റ്റിവിറ്റിയിലായിരിക്കണം എഴുതുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എഴുതുക. ആ ഫാക്റ്റിന് അവിടെ വലിയ പ്രാധാന്യം ഉണ്ടല്ലോ, നമ്മളേതായിട്ടുള്ള രീതിയിൽ എഴുതുന്നതിനാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുക. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ ഫാക്റ്റ് അത് മാത്രം ഫോക്കസ് ചെയ്ത് സയൻറ്റിഫിക്കലി എഴുതുക. റിപ്പോർട്ട് റൈറ്റിംഗ് അങ്ങനെയാണ്. ആക്യുറസി വേണം, കൃത്യത വേണം, ഫോർമൽ ടോൺ ആയിരിക്കണം. നമ്മൾ സാധാരണ എഴുതുന്ന ലാംഗ്വേജിലല്ല, ഫോർമൽ ലാംഗ്വേജിൽ എഴുതണം. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റ് വേണം. ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ്, സബ് ഹെഡിങ്, റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു സ്ട്രക്ചർ വേണം. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളതാണ് എന്താണ് റിപ്പോർട്ട് എന്ന്. അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ ഇതൊന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ആദ്യം ഒരു റിപ്പോർട്ടിന് ഒരു ടൈറ്റിൽ പേജ് വേണം.
അതുപോലെ തന്നെ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് വേണം, അതുപോലെ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞിട്ടൊരു സമ്മറി ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും, ബോഡി ഉണ്ടാവും, ഫൈൻഡിങ്സ് ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, റിക്കമെൻഡേഷൻ, റെഫറൻസ്, അപ്പൻഡീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ടാവും. നമ്മൾ എസ് ഒക്കെ എഴുതുന്ന പോലെ വാരി വലിച്ച് എഴുതല്ല, മറിച്ചൊരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റിനെ കുറിച്ചായിരിക്കും അത് ഉണ്ടാവുക, ഫോർമൽ ലാംഗ്വേജിലായിരിക്കും ഇത് എഴുതുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിവിറ്റി, ആ ഫാക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് അവനവന് തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. എന്താണോ ആ ഫാക്റ്റ് പറയുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്താൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് എക്സാംസ് എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പർ 2-3 തവണ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്കോളേഴ്സ് ഹബ്ബ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത ക്ലാസ്സൊക്കെ ജസ്റ്റ് ഓടിച്ചു പോവുകയാണ്, പക്ഷേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്കോളേഴ്സ് ഹബ്ബിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ക്ലാസ്. താങ്ക് യു സോ മച്ച്.